ഈ ചന്ദ്രകാന്തം നമ്മുടെ അർജുന്റെ മരണത്തിന് പിന്നാലെ ഇനി വരാൻ പോകുന്ന ദുരന്തമായിരിക്കോട്ടെ നമ്മുടെ നന്ദയുടെ കുഞ്ഞിന്റെ മരണം. അതേ പ്രേക്ഷകരെ, അത് നമ്മുടെ പിങ്കി പറഞ്ഞു കഴിഞ്ഞു. നന്ദ എന്നേക്കുമായി ഇവിടെ നിന്നും പോകണം, ഇന്ത്യവരത്തിൽ ഇനി നന്ദ പാടില്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി സമനില തെറ്റി പോലെ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇന്ത്യവരത്തിൽ എല്ലാവരും ഇങ്ങനെ ഹൃദയം നുറുങ്ങി ഇങ്ങനെ സങ്കടപ്പെടുവാണ്. അയ്യോ പിങ്കി ഇങ്ങനെ ഒന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആരും നമ്മുടെ പിങ്കിക്ക് നേരെ ഇങ്ങനെ കർശനമായിട്ടൊന്നും പറയാനോ കടുത്ത വാക്കുകളോട് പറയാനൊന്നും വരുന്നില്ല. എല്ലാം പിങ്കിയുടെ തീരുമാനം പോലെ നടക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഇന്ത്യവരത്തിൽ മറ്റുള്ളവരൊക്കെ നിന്ന് കൊടുക്കുന്നതും. അതിനുശേഷം നമ്മുടെ നന്ദ പൊട്ടിക്കരയുന്നതും നമ്മുടെ ഗൗതം നന്ദയെ സമാധാനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തൊക്കെയായിത്തീരും നമ്മുടെ കഥ, നമ്മുടെ നന്ദയുടെ ജീവൻ നശിപ്പിച്ചിട്ടേ നമ്മുടെ പിങ്കി അടങ്ങും എന്നുള്ളൊരു കൊടും വാശിയിൽ തന്നെയാണ് നമ്മുടെ പിങ്കി. ഇനിയൊരു വരാൻ പോകുന്ന ദുരന്തങ്ങൾ താങ്ങാൻ നമ്മുടെ ഇന്ത്യവരത്തിന് കഴിയുമോ? ഒന്നിന് പുറകെ ഒന്നിന് ഇനി ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലെ പ്രേക്ഷകർ. നമ്മുടെ പിങ്കിയും നന്ദയും കൊടും ശത്രുക്കളാകാൻ പോകുന്നു. ഇനി പിങ്കിയുടെ ഒറ്റ ലക്ഷ്യം നമ്മുടെ നന്ദയുടെ ജീവിതം എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അതേ പ്രേക്ഷകരെ, അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.